ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എന്നാൽ അത്യന്താധുനിക ടെക്നോളജികൾ ഉൾക്കൊള്ളുന്ന റഡാറുകളും ലേസർ സംവിധാനങ്ങളും ആണവ റിയാക്ടറുകൾ വരെ സംവിധാനിച്ചും കൂടാതെ ആക്രമണങ്ങൾക്കുള്ള മാരക മിസൈലുകളും നൂറുകണക്കിന് വിമാനങ്ങളും നിറച്ചുള്ള ഒരു കപ്പലാണ്. ഈ കപ്പൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി പോലും ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന കെൽപ്പുള്ള ഒരു സൈനിക പ്രദേശമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം വലിപ്പമാണ് ഈ കപ്പലുകൾക്കുള്ളത്. അതുകൊണ്ടാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ശത്രു രാജ്യത്തേക്ക് പുറപ്പെട്ടു എന്ന വാർത്തകൾക്ക് പോലും പ്രാധാന്യമുണ്ടാകുന്നത്. ഈ കപ്പൽ കിടക്കുന്ന പ്രദേശത്തിന്റെ 200 കിലോമീറ്റർ ചുറ്റളവിൽ പോലും എതിരാളിയുടെ ഒരു മിസൈലോ സബ്മറൈനോ പ്രവേശിച്ചാൽ പോലും ഉടൻ അത് കണ്ടെത്തി തകർക്കാനുള്ള സംവിധാനങ്ങളാണ് ഉള്ളത്. ഇത്തരം കപ്പലുകളിൽ ലോകത്തെ ഏറ്റവും പേരുകേട്ട ഒരു വാർഷിപ്പാണ് അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ. ഹൂത്തികളെ നശിപ്പിക്കാൻ ചെങ്കടലിലെത്തിയ ഈ കപ്പലിന്റെ തകർച്ചയുടെ ഘട്ടങ്ങളുടെ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ഹാരി എസ് ട്രൂമാൻ അമേരിക്കൻ യുദ്ധചരിത്രത്തിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്നത് കൊണ്ടാണ്. അത്തരം പ്രാധാന്യമുള്ള ഒരു കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ അറിയേണ്ടതുണ്ട്. നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ നിറച്ച് ആഘോഷപൂർവ്വം ചെങ്കടലിലെത്തിയ ഈ കപ്പൽ ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകളേറ്റ് റഡാർ സംവിധാനങ്ങളും പ്രതിരോധശേഷിയും മുഴുവൻ നഷ്ടപ്പെട്ട് ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ട് മുങ്ങാറായ ഘട്ടത്തിലാണെന്ന് ഞാൻ അറിയിച്ചിരുന്നു. പ്രധാനപ്പെട്ട വിമാനങ്ങൾ മുഴുവൻ മാറ്റി വിജനമായ ഇതിന്റെ ഡെക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ലാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പോൾ US ഡിഫൻസ് സ്വീകരിച്ചു വരുന്നത്. എന്നാൽ ഇന്നലെ ഈ കപ്പലിന്റെ ഇപ്പോഴത്തെ സ്ഥാനം തിരിച്ചറിഞ്ഞ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അതിവേഗം വെട്ടിത്തിരിച്ച കപ്പലിന്റെ ഡെക്കിൽ ലാൻഡ് ചെയ്തിരുന്ന US നേവിയുടെ FA-18 വിഭാഗത്തിൽപ്പെടുന്ന ഒരു സൂപ്പർ ഹോണറ്റ് യുദ്ധവിമാനം കടലിലേക്ക് തെറിച്ചു വീണ് നഷ്ടപ്പെടുകയുണ്ടായി. പുതിയ പറക്കലിന് തയ്യാറായി ഈ വിമാനം ട്രാക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിനിടെയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പെട്ടെന്ന് വെട്ടിത്തിരിക്കുന്നതിനിടെ കപ്പലിൽ നിന്നും വിമാനം തെറിച്ച് കടലിലേക്ക് വീണതും. 4 പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളുള്ള 2 ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രൂമാൻ പോലുള്ള നിമിറ്റ്സ് ക്ലാസ് കാരിയറുകൾക്ക് മണിക്കൂറിൽ 34 മൈലിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയും. അതുകൊണ്ട് അതിവേഗം കപ്പൽ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത്. ഒരു ഡ്രോൺ ആക്രമണത്തെ പോലും തടുക്കാൻ കഴിയാത്ത വിധം പ്രതിരോധശേഷി തീർത്തും നഷ്ടപ്പെട്ട നിലയിലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ യുദ്ധക്കപ്പൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി മാറുകയാണ് അവരുടെ പതിവ്. അങ്ങനെയുള്ള ഓട്ടത്തിനിടയിലാണ് വിമാനം തെറിച്ച് കടലിലേക്ക് വീണത്. ഈ സൂപ്പർ ഹോണറ്റിന്റെ പൈലറ്റ് സീറ്റിലും ടോവിംഗ് ട്രാക്ടറിലും ഉണ്ടായിരുന്ന ക്രൂ അംഗങ്ങൾ ഈ വിമാനവും ട്രക്കും കടലിലേക്ക് പോകുന്നതിന് മുമ്പ് പുറത്തേക്ക് ചാടുകയാണ് ഉണ്ടായത്. ഈ ചാട്ടത്തിനിടയിൽ ഇവരിൽ പലർക്കും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ വിവരം പുറത്തു വരുന്നത് പേര് വെളിപ്പെടുത്തരുത് എന്ന നിർദ്ദേശത്തോടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ CNN നൽകിയ അഭിമുഖത്തിലൂടെയാണ്. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം വിമാനം കടലിൽ മുങ്ങിയതായി ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ കണക്കനുസരിച്ച് ഈ നഷ്ടപ്പെട്ട F-18 യുദ്ധവിമാനത്തിന് $60 മില്യൺ ചെലവാണുള്ളത്. ചെങ്കടലിലും യമനിലും ഇതിനകം തന്നെ അമേരിക്കയ്ക്ക് $600 മില്യണധികം Q-9 വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇക്കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും സാന്ദർഭികമായി ഒന്നുകൂടി പറയുകയാണ്. അതുകൂടാതെ ഹൂത്തികളെ ആക്രമിക്കാനായി ഇതിനകം തന്നെ പല പ്രാവശ്യമായി ചെങ്കടലിലെത്തിയിട്ടുള്ള ഏതാണ്ട് 6ഓളം യുദ്ധക്കപ്പലുകൾക്കും കാര്യമായ തകരാറുകളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ തീ പിടിച്ചു മുങ്ങിയ ചരക്ക് കപ്പലുകളുടെയും കണക്കുകൾ ഇതിലൊന്നും പെടില്ല എന്ന് നമ്മൾ ഓർക്കണം. യമനിൽ ഹൂത്തികളുമായി യുദ്ധത്തിലേർപ്പെട്ട അമേരിക്ക കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. മലനിരകളിലും തുരങ്കങ്ങളിലും മരുഭൂമികളിലും കഴിയുന്ന ഹൂത്തികളുടെ സ്ഥാനം ഇതുവരെ കണ്ടെത്താൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ ഹൂത്തികളെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ അതിന് പകരമായി യമനിലെ തുറമുഖങ്ങളിലും പട്ടണങ്ങളിലും ആക്രമണം നടത്തിയാണ് ഈ അമേരിക്ക അവരുടെ കരുത്ത് കാണിക്കുന്നത്. അതൊന്നും ഹൂത്തികളെ ബാധിക്കുന്നില്ല എന്ന് ഇതിനകം തന്നെ അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ ഹൂത്തികളുടെ എണ്ണം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഹൂത്തികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കൊപ്പം ചേരുന്നത്. ഇവരെല്ലാം ഹൂത്തികളുടെ സംഘത്തിൽപ്പെട്ടവരെന്നുമല്ല, യമനികളായ നാട്ടുകാരുമുണ്ട്, മറ്റു പല സംഘടനയിൽപ്പെട്ടവരുണ്ട്. ഇതിലേറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ യമനികൾ പൊതുവെ എല്ലാവരും ഈ തോക്ക് പരിശീലനവും അല്ലെങ്കിൽ യുദ്ധപരിശീലനം നേടിയ ആൾക്കാരാണ്. അതുകൊണ്ട്
ഇവർ സംഘത്തിൽ ചേരുന്നത് എപ്പോഴും അപകടം തന്നെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ തോക്ക് എന്നത്. അത് സാധാരണക്കാരൊക്കെ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. അവരുടെയൊക്കെ കയ്യിലൊരു തോക്കും ആരെങ്കിലും ഒരു വലിയ കത്തി. ഞാനിവരെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ കുറേ നാൾ സൗദിയിലുണ്ടായിരുന്നു. അതിൽ അബ്ഹ എന്ന പ്രദേശത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. ഈ അബ്ഹ എന്ന പ്രദേശം യമനുമായി വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബോർഡർ ഏരിയയാണ്. അവിടെ ഒരുപാട് യമനികളുണ്ട്. അവരുടെ രൂപം എന്ന് പറഞ്ഞാൽ അവർ ഈ മുണ്ടൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. നമ്മൾക്ക് കൊടുക്കുന്ന പോലെ മുണ്ട് കൊടുത്തുകൊണ്ട് അരയിലൊരു വലിയ പച്ച ബെൽറ്റും ഒക്കെ കെട്ടി അതിലൊരു വളഞ്ഞ കത്തിയൊക്കെ ഫിറ്റ് ചെയ്ത് അതുപോലെ തലയിൽ അവർ ഈ ഇല കൊണ്ടൊക്കെ ഒരു കിരീടം പോലെയൊക്കെ ഉണ്ടാക്കി വിടും. അങ്ങനെയൊക്കെയാണ് ഉമ്മാരുടെയൊക്കെ ഒരു സ്റ്റൈല്. മുടിയൊക്കെ നീട്ടി വളർത്തി. അതിൽ ഏറ്റവും രസം ഇവർ ഉപയോഗിക്കുന്നത് ഈ ഇറുകിയ ഷർട്ടുകളാണ്. അത് ഫുൾ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു രീതിയിലാണ് ഈ വലിയ പുള്ളിയുള്ള വലിയ ഡിസൈനുള്ള ഷർട്ടുകളൊക്കെ ഡാർക്ക് കളറുള്ള അതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവരൊരു പ്രത്യേക രീതിയാണ് കേട്ടോ. കാടന്മാരെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം യാതൊരു ബോധവും ഇല്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ടവനാണ് ഇവന്മാരെല്ലാവരും. യമനികൾ ഈ ഗ്രാമീണരായ ബന്ധുക്കളായ യമനികൾ അതിൽപ്പെട്ടവരാണ് ഈ ഹൂത്തികൾ. ഇവന്മാർ എവിടെയും കിടക്കും. ഏത് കാട്ടിലായാലും മേട്ടിലായാലും മരുഭൂമിയിലായാലും മണ്ണിനടി വരെ ഇവർക്ക് പൂണ്ട് കിടക്കാൻ കഴിയും. ഇങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസം. ഇവരുടെ ഒന്നും ഒരു കെമിസ്ട്രി ഒന്നും ഒരിക്കലും അമേരിക്കയ്ക്ക് പിടികിട്ടില്ല എന്നുള്ളതാണ്. ഒരു വിധത്തിലും ഭയമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അമേരിക്കയ്ക്ക് തോൽപ്പിക്കാൻ കഴിയാത്തത്. അവർ മരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അടുത്തവൻ തോക്കുമായിട്ട് ഇറങ്ങുക എന്നല്ലാതെ അവർക്കൊരു ഭയമോ അല്ലെങ്കിൽ പിന്നോട്ട് മാറുന്ന ഒരു സ്വഭാവമൊന്നും പൊതുവേ ഇല്ല. അവർക്കിങ്ങനെ ഓരോ യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഒരു തരം ആവേശമാണ് ഉണ്ടാകുന്നത്. തന്നെയുമല്ല കാലങ്ങളായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ്. അവരുടെയൊക്കെ തൊഴിൽ തന്നെ യുദ്ധമാണ്. അതിലവർക്ക് വരുമാനമുണ്ട്, ശമ്പളം പോലെ കിട്ടും. ഇതാണ് ഇവരൊക്കെ യുദ്ധത്തിന് ഇറങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ വെള്ളിയാഴ്ചകളിലും നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ജുമായ്ക്ക് ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പ്രകടനമാണ് യമനിൽ നടക്കുന്നത്. അവരെല്ലാം ഈ ഹൂത്തികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചിട്ടാണ് ഈ പ്രകടനം നടത്തുന്നത്. അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്, ഇസ്രയേലിനെ ഞങ്ങൾ തകർക്കും എന്നൊക്കെയാണ് ഇവർ വിളിച്ചു പറയുന്നത്. ഇനി ഇവരോടൊരു 1,00,000 പേരോട് നേരെ ഇസ്രയേലിലേക്ക് പോയി അവിടെ എല്ലാം നശിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഇവർക്ക് യാതൊരു വെളിവുമില്ല. പോയി വേണേ അവിടെ പോയിട്ട് എല്ലാം അടിച്ച് പൊളിച്ച് അല്ലെങ്കിൽ കുറേ എണ്ണം മരിച്ചിട്ടൊക്കെ വരും. ആ ഒരു നിലപാടുള്ള ആൾക്കാരാണ്. ഇവരുമായിട്ടാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനകത്ത് ബോധമില്ലാത്ത അമേരിക്കയ്ക്കാണ് ശരിക്കും പറഞ്ഞു. ഈ കാടന്മാരെ അവർ തിരിച്ചറിയേണ്ടതല്ലേ. ഈ അമേരിക്ക ഓരോ തവണയും യമനെ ആക്രമിക്കുമ്പോഴും അതിൻ്റെ മറുപടിയായിട്ട് അവർ തിരിച്ചു കൊടുക്കുന്നത് ഇസ്രയേലിലേക്കാണ് മിസൈലുകൾ അയക്കുന്നത്. ഈ കപ്പലിനെ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് അവർ ഇസ്രയേലിൻ്റെ നെവാറ്റിം എയർപോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് വലിയൊരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ എയർപോർട്ടിന് സാരമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ നെവാറ്റിം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ബെൻഗുറിയോൺ വിമാനത്താവളം കഴിഞ്ഞ് ഏതാണ്ട് 2ാമത്തെ വിമാനത്താവളം കണ്ടാണ്. അത് മറ്റൊരു ഭാഗത്താണ്. ഇതിനു മുമ്പ് അവർ ഈ വിമാനത്താവളത്തെ ആക്രമിച്ചിട്ടുണ്ട്. ബെൻഗുറിയോൺ വിമാനത്താവളം ഇവന്മാർ ഏതാണ്ടൊക്കെ ഇതിനു മുമ്പൊക്കെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം സർവീസുകളൊക്കെ വളരെ കുറവാണ്. ചിലത് ഇല്ല, നിർത്തിവെച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിലേക്കുള്ള സർവീസുകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെവാറ്റിം എന്ന എയർപോർട്ടിലും അവർ ഏതാണ്ട് തകർത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വ്യോമ സംവിധാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ഇവർ തകർത്തിരിക്കുകയാണ്. ഇപ്പം യുദ്ധം ചെയ്യാനുള്ള യുദ്ധവിമാനം മാത്രമേ ഉള്ളൂ പൊങ്ങാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ള യാത്രാ വിമാനങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും എവിടെ നിന്നാണ് ഹൂത്തികളുടെ മിസൈൽ വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഈ ഹൂത്തികളെ ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൂത്തികളുമായി ഒരു കരാറിലെത്താൻ വേണ്ടി അമേരിക്ക പലതവണ ശ്രമിച്ചിട്ടും അതിന് വഴങ്ങാതെ ഗസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഹൂത്തികൾ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നത്. ഗസക്കാരുടെ ഭക്ഷണ ഉപരോധവും ഗസയുടെ നേർക്കുള്ള സൈനിസ്റ്റ് ആക്രമണങ്ങളും അവസാനിപ്പിക്കാതെ യാതൊരുവിധ ഒത്തുതീർപ്പ് ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന ഹൂത്തികളുടെ നിലപാട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെങ്കടലിലുള്ള അമേരിക്കൻ സൈനിക കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും സംരക്ഷണം അവർക്കിപ്പോൾ വലിയ തലവേദനയായിട്ടാണ് മാറിയിരിക്കുന്നത്. കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന ഇപ്പോൾ ചെങ്കടലിലുള്ള 2 കപ്പലുകളും ഏതാണ്ടൊക്കെ നിശബ്ദമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് കാൾ വിൻസൺ എന്ന അമേരിക്കയുടെ മറ്റൊരു യുദ്ധക്കപ്പൽ ഹൂത്തികളുടെ ആക്രമണം ഏറ്റുകൊണ്ട് 800 കിലോമീറ്റർ ബാക്കിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഹാരിയസ് ട്രൂമാൻ എന്ന കപ്പൽ ഇപ്പോൾ അവിടെ കിടക്കുന്നത് തിരിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രതിരോധിക്കാൻ കഴിയുന്നില്ല, കപ്പൽ അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല, പകരം മറ്റൊരു കപ്പൽ എത്തുന്നുമില്ല. അതുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയാത്തൊരു വല്ലാത്തൊരു ചുറ്റുപാടിലാണ് ഇപ്പോൾ ആ കപ്പലുള്ളത്. ആ കപ്പലിനെ ലക്ഷ്യം വെച്ചിട്ട് ഹൂത്തികൾ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തിനും അതിപ്രധാനമായ നഷ്ടത്തിന് വഴിയൊരുക്കും എന്നാണ് ഹൂത്തികൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്.
എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് തടയിടാനും ഗസയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും ഇറാന്റെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഒരു കരാറിന് മാത്രമേ കഴിയൂ എന്നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വിറ്റ്കോഫിന്റെ അഭിപ്രായം. അതിനാൽ ഇറാനുമായി ഒരു കരാറിന്റെ എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.